പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. പണി നഷ്ടപ്പെട്ടവരുണ്ട്, പണി നഷ്ടപ്പെടുത്തിയവരുണ്ട്. പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട്
ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മാതാവേ, അവരോട് കൂടെ പോവുകയോ പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകൾ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ടില്ലേ, എന്താ കണ്ടത്? ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് പാടാണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാരണം എന്താ? ഈ ടെമ്പററി റിലേഷൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കത്തില്ല, അവരുടെ എന്തെങ്കിലും വിഷയത്തിനായിരിക്കും. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികതയ്ക്ക് മുമ്പ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം അറിവ് എന്ന അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. കാര്യം അറിവാണ് നമുക്ക് നമ്മൾ ബോധ്യം നൽകുന്നത്, ബോധ്യമാണ് സാക്ഷ്യം നൽകുന്നത്. അതുകൊണ്ട് ഈശോ മർക്കോസ് 6:34 അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. അപ്പൊ നേരത്തെ ഇന്നലെ പറഞ്ഞത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ ക്യാൻസൽ ചെയ്തെന്നാ പറഞ്ഞത്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ജനക്കൂട്ടത്തെ അവൻ അഡ്രസ് ചെയ്യാനുണ്ട്. അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ പഠനത്തിനാണ് പ്രാധാന്യം. ഇനി അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണം നോക്കിയേ. നേരം വൈകിയപ്പോൾ അത് പഠിപ്പിച്ചു. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജന പ്രദേശമാണ്, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. വചനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ഒരു ബാധ്യതയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ബുദ്ധി എന്തായിരിക്കണം? ആദ്യം വചനം, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവത്തിനെ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വചനങ്ങൾ കേട്ട് നമ്മുടെ വിഷയത്തെക്കാൾ നമ്മുടെ വിഷയം ദൈവത്തിനാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം. ഭയങ്കര സീരിയസ് വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈശോ ഇന്നലെ കുറേ ആൾക്കാരെ മർക്കോസിന്റെ 1:38 എന്താ പറയണേ? അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കാം. അപ്പൊ ജനക്കൂട്ടം നിന്നെ കാത്തു നിൽക്കുന്നു പറയുമ്പോഴാണ് അവരെ അഡ്രസ് ചെയ്യാതെ ഈശോ അവരെ ക്യാൻസൽ ചെയ്യണം. എന്താണ്? അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കണം എന്നാണ് പറയണത്. പഠിപ്പിക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ജനം ഇപ്പൊ ഈ മർക്കോസ് 1:34 ജനം പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരല്ല. അവർ ശാപ്പാടടിക്കാൻ വന്ന ആൾക്കാരും രോഗശാന്തി നേടാൻ വന്ന ആൾക്കാരാണ്. ആ കർത്താവിന്റെ വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവർ അഡ്രസ്സ് ചെയ്യാൻ ഈശോ തയ്യാറല്ല. അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല. മറിച്ച് എന്താണ്? അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരെ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ തയ്യാറുള്ളവരെ ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ്
മർക്കോസ് 6:34 പറയണ ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി. അപ്പോഴേ എന്താ അനുകമ്പ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, പക്ഷെ ആ ജനങ്ങൾക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളും. അതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടിയിൽ ദൈവം ആൾക്കാരെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനങ്ങൾ. ഇപ്പം നിങ്ങൾ പള്ളിയിലെ ഏവങ്കലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസംഗം കഴിഞ്ഞിട്ട് കുർബാനക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? ചില പ്രസംഗ കഥകളൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചെറിയ കോമഡി പറയും. ഈ കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത്. ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ല പിടിച്ചിരുത്തേണ്ടത്. അങ്ങനെ പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജഡികരാണ്. നമുക്ക് ജഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തിട്ട് സഭയ്ക്ക് വല്ലതൊന്നും കാണിക്കാനില്ല. സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത്. അത് 10 പേരെങ്കിൽ 10 പേര് സാക്ഷികളാകണവർ. അതിനെന്താണ്? ചിലപ്പോൾ 1000 പേരോട് നമ്മൾ സംസാരിക്കും, 10 പേരെ നമുക്ക് ക്രിസ്തുവിനെ അവരൊക്കെ കിട്ടത്തുള്ളൂ. ആ 10 പേര് നമ്മൾ ഈ 1000 പേര് അഡ്രസ്സ് ചെയ്യണത്. പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും. അങ്ങനെ ഒരു എന്താ പ്രശ്നം വെച്ചാൽ ഇതിന് ഭയങ്കര പ്രസംഗത്തിന് നിങ്ങൾ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളി കയറാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ, കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോണത് കാണാം. എന്താ കാര്യം? സംരക്ഷണം പോലും കിട്ടത്തില്ല. അവർക്കൊന്നും ആവശ്യമില്ല. ഇവർ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്ന് നിൽക്കണേ ഉള്ളൂ. കുറച്ച് പേര് അല്ലെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സാന്തൊക്കെ വന്ന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് വരും. കുറച്ച് പേര് ഒരുപ്പൊക്കും പോവുകയും ചെയ്യും. അതൊക്കെ നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നും അല്ലത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തോട് ഭയം ഉണ്ടാകണം, അത് കേൾക്കാനുള്ള കൊതിയും ഉണ്ടാകണം, അത് നടപ്പിൽ വരുത്താനുള്ള തീഷ്ണത ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിന് തോന്നണം. എന്നാൽ പിന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെതാകും. അതാണ് ഈ മർക്കോസ് 1:34 മർക്കോസ് 6:34 തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. തമ്മിലൊന്ന് കൂട്ടി ഒന്ന് വായിച്ച് നോക്കിയേക്കണം കേട്ടോ. എൻ്റെ പേര് ബെറ്റി, ഇതെൻ്റെ ഫ്രണ്ട് നിവ്യ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ 2 പേരും നേഴ്സുമാരാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ 2 പേരും നേഴ്സുമാരാണ്. നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് 2 വർഷം എക്സ്പീരിയൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് OIT എന്നൊരു സ്വപ്നമായിട്ടാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് കഴിഞ്ഞ് തിരിച്ചു വന്നത്. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 2022 ഏപ്രിൽ മാസമാണ്. ആ സമയത്ത് ഇവൾ ഒരു പ്രാവശ്യം OIT എഴുതിയായിരുന്നു. ഞാൻ പഠിക്കാൻ പോകുന്നതേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആദ്യമായി ഇവൾ 2ാമത്തെ പ്രാവശ്യവും ഞാൻ ആദ്യത്തെ പ്രാവശ്യം OIT എഴുതുന്നത് ഓഗസ്റ്റ് 5-നാണ്. ആ സമയത്ത് പഠനത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നല്ലാതെ പഠനത്തിന് തന്നെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ആ എക്സാം ഞങ്ങൾ ഫെയിലായി. അത് കഴിഞ്ഞിട്ട് ഇവൾ നവംബർ 5-ന് എക്സാം എഴുതി. ആ സമയത്ത് ഇവർക്ക് കൂടുതലായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി, കൂടുതലായിട്ട് ഇപ്പോൾ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്തു, പത്രവിതരണവും എല്ലാം ചെയ്തു. പിന്നെ കൂടെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനൊക്കെ തുടങ്ങി. ആ എക്സാമിന് നവംബർ 5-ലെ എക്സാമിന് ഇവൾ പാസ്സായി. UK സ്കോർ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഒക്ടോബർ 8-ന് 2ാമത്തെ എക്സാം എഴുതി. 2ാമത്തെ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനും ഞാൻ ഫെയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വാഭാവികമായിട്ടും കൂടുതൽ തകർന്നു പോയി. എൻ്റെ കൈക്കും കാലിനും എല്ലാം നീരാകാൻ തുടങ്ങി. അപ്പം 2 ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ പറഞ്ഞു ടെൻഷൻ കാരണമാണ്, ടെൻഷനൊക്കെ കുറച്ചാൽ മതി. അപ്പം ആ ഒരു വിശ്വാസത്തോടെ ഞാൻ 3ാമത് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കാരിത്താസിലൊരു ഡോക്ടറെ കാണാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി OIT എന്നൊരു സ്വപ്നം വേണ്ട, അത് മുഴുവനായിട്ടും കളഞ്ഞേക്ക്. OIT കാരണമാണ് നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാകുന്നതും ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നതും നിനക്കിങ്ങനെ നീരൊക്കെ ഉണ്ടാകുന്നതും ഒക്കെ അതുകൊണ്ടാണ്. നീ ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, മുഴുവനായിട്ടും കളഞ്ഞേക്ക്. പക്ഷെ ഞാൻ ഓൾറെഡി OIT പഠിച്ചു. കുറേ എൻ്റെ എക്സ്പീരിയൻസിൽ വലിയൊരു ഗ്യാപ്പായി. 3ാമത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിച്ചാണ് ഡേറ്റ് എടുത്തത്. അപ്പോൾ എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ എക്സാമിന് എഴുതാനായിട്ട് തന്നെ മുന്നോട്ട് പോയി. ആ സമയത്ത് എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് സമയമായിരുന്നു. അപ്പോൾ
ഞാൻ ഇനി ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഉടമ്പടി എടുത്തിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല, ഞാൻ വിടാൻ പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട് നീ ഉടമ്പടി നിർത്താൻ പോവുകയാണെന്ന്. പക്ഷേ നീ ഒരിക്കലും നിർത്തരുത്. നിനക്ക് ഉടമ്പടിയായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സാക്ഷ്യം നിനക്ക് മാതാവ് നൽകാനായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും നിർത്തരുത്, നീ പോയി ഉടമ്പടി പുതുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ട് വന്നിട്ട് ഉടമ്പടി പുതുക്കി, 2ാമത്തെ ഉടമ്പടി പുതുക്കി. ആ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പഠനത്തെ മുഴുവനായിട്ട് അങ്ങ് മാറ്റി നിർത്തി. ഞാൻ പഠിച്ചതേ ഇല്ല. ഒക്ടോബർ 8 എക്സാം എഴുതിയ ശേഷം ഞാൻ ഡിസംബർ 17 3ാമത്തെ എക്സാം എഴുതുന്നത്. ആ എക്സാമിനിടയ്ക്ക് ആ ഗ്യാപ്പിനിടയ്ക്ക് ഞാൻ ആകെപ്പാടെ റീഡിങ് പ്രാക്ടീസ് ചെയ്ത് 1 പ്രാവശ്യം, ലിസണിങ് പ്രാക്ടീസ് ചെയ്തത് മുഴുവനായിട്ടല്ല, ആകെപ്പാടെ എ പാട്ടും ബി പാട്ടും മാത്രം 2 പ്രാവശ്യമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. റൈറ്റിങ്ങും ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. സ്പീക്കിങ് ഞാൻ ഓൺലൈൻ വഴിയാണ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ആ മാമിൻ്റെ ഫോഴ്സ് മൂലം ആഴ്ചയിൽ 1 പ്രാവശ്യം ഞാൻ സ്പീക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കാരുണ്യ പ്രവർത്തികളൊക്കെ ഞാൻ ആഴ്ചയിൽ 1 വട്ടം വൃദ്ധസദനത്തിലൊക്കെ പോയി അവർക്ക് ഫീഡ് ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ബൈബിൾ വായിക്കാനും വളരെ ഭക്തിപൂർവ്വം കുമ്പസാരിക്കാനും അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് ഡിസംബർ 17 ഞാൻ എക്സാമിന് പോയി. എക്സാമിന് ചെന്നപ്പോഴത്തേക്കും ലിസണിങ് ആണ് ഞങ്ങളുടെ ആദ്യത്തെ മൊഡ്യൂള്. ലിസണിങ്ങിന് ചെക്ക് ചെയ്തപ്പോൾ ഹെഡ്സെറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല, എൻ്റെ ഹെഡ്സെറ്റിൽ മുഴുവൻ എരപ്പാണ് വരുന്നത്. അപ്പം ഞാൻ എക്സാം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ പ്രാവശ്യത്തെ ലിസണിങ്ങിൻ്റെ ഇതിന് ഭയങ്കര എരപ്പായിരുന്നല്ലേ അന്ന്. ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതായിരുന്നല്ലോ നമുക്ക് ഈ പ്രാവശ്യം, ഓഡിയോ ആയിരുന്നല്ലോ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും അങ്ങ് തകർന്നു പോയി. ദൈവമേ, എന്ത് പറ്റി എൻ്റെ ഹെഡ്സെറ്റിന്. എനിക്ക് ഇങ്ങനെ ഓർഡറായിട്ട് 2-3 എണ്ണം ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് റീഡിങ് എനിക്ക് അറിയത്തില്ല, ഞാൻ എങ്ങനെയൊക്കെയോ ചുമ്മാ കറപ്പിച്ച് വെച്ചു. റൈറ്റിങ്ങിൻ്റെ സമയമായപ്പം ആദ്യത്തെ 2 എക്സാമിനേക്കാളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ എഴുതി. സ്പീക്കിങ്ങിൻ്റെ സമയം സത്യം പറഞ്ഞാൽ സ്പീക്കിങ്ങിന് ഞാൻ ഇച്ചിരി കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ സ്പീക്കിങ് എനിക്ക് 4:30 നടക്കേണ്ട സ്പീക്കിങ് 6:30 നടന്നത്. ഫുൾ കോൺഫിഡൻസും പോയി. ഞാൻ 2 സ്പീക്കിങ്ങാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്പീക്കിങ്ങിന് വിറയൽ കാരണം 3-4 സെക്കൻഡ് ഗ്യാപ്പായി പോയി. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ എക്സാമിനർ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും പറ. പക്ഷേ എനിക്കൊന്നും പറയാനായിട്ട് വെളിയിലോട്ട് വരുന്നില്ല. അങ്ങനെ ആയിപ്പോയി. 2ാമത്തെ സ്പീക്കിങ്ങിൻ്റെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. എനിക്കൊന്നും പറയാനായിട്ടില്ല. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാണ് ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. ഇവിടെ വന്ന് 2 കെട്ട് പത്രം വാങ്ങിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ എല്ലാം കൊടുത്തു തീർത്തു. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ ബുധനാഴ്ച റിസൾട്ട് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അയർലൻഡ് സ്കോർ നൽകി മാതാവിൻ്റെ അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇടയ്ക്ക് നോർക്കയുടെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാനൊന്നും പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ 3000-ലധികം പേര് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരെ വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ അതിനുവേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ വെളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, അമ്മ വരണം, കൂടെ ഈശോനെയും കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. 25 കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. പലയിടത്തും 2 മെയിൽ അല്ലെ 2 ഫീമെയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഇൻ്റർവ്യൂസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്കും ഒരു മെയിലും ഒരു ഫീമെയിലും ഇരിക്കുന്നു. അവർ പറയുന്ന ഇംഗ്ലീഷുകാരാണ്. അവർ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാൻ കാശ് രൂപത്തെ മുറുക്കെ പിടിച്ച്, എനിക്ക് വേണ്ടി അമ്മ സംസാരിക്കണേന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷെ ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വളരെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വാവ്, കൺഗ്രാജുലേഷൻസ്, നീ ഇൻ്റർവ്യൂ പാസ്സായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂവിൽ 3000-ലധികം പേര് പങ്കെടുത്ത ആ ഇൻ്റർവ്യൂവിൽ 199 പേര് പാസ്സായി. ഇൻ്റർവ്യൂവിന് ഫർദർ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് സെലക്റ്റായി. അതിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ കാര്യം, എൻ്റെ കാലിൽ ചൂടുവെള്ളം വീണിട്ട് പൊള്ളിയായിരുന്നു. അപ്പം മരുന്നൊക്കെ തൂത്തിട്ട് പഴുപ്പ് പോലെ ഇങ്ങനെ വരുമായിരുന്നു.
അപ്പോൾ അവിടെ ഞാൻ ഈ ഉടമ്പടി തൈലവും തേനും പുരട്ടി പ്രാർത്ഥിച്ചു. 3 ദിവസങ്ങൾക്കുള്ളിൽ ആ ഫുള്ള് പൊള്ളിയത് മുഴുവൻ പോയി. 4ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊണ്ടയിൽ ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ പെട്ടെന്ന് ഒരു ഒച്ച പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു നേഴ്സ് ആയതുകൊണ്ട് എനിക്കൊരു നല്ല പേടിയായിരുന്നു അത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഒരു തുള്ളി ഉപ്പ് കഴിച്ചിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു 4-5 രഹസ്യമായിട്ടും എൻ്റെ ഒച്ച പോകുന്നില്ല. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ഈ ഉപ്പ് കഴിച്ചതിലൂടെ എൻ്റെ ആ ഒരു പ്രശ്നവും മാറിക്കിട്ടി. എത്രയും വലിയ അനുഗ്രഹം നടന്ന പരിശുദ്ധ അമ്മ മാതാവിന് 1000 നന്ദി. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. ഇവിടെ ബെറ്റിമോൾ എബ്രാഹാം തൻ്റെ ഫ്രണ്ടിനെ കൂടെ കൂട്ടിക്കൊണ്ട് അവർ രണ്ടുപേരും കൂടിയാണ് OET എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതുമൊക്കെ. അപ്പോൾ പല അറ്റംപ്റ്റ് നടന്നു. 3ാമത്തെ പ്രാവശ്യമാണ് അല്ലേ, 3ാമത്തെ പ്രാവശ്യമാണ് അവർക്ക് OET കിട്ടുന്നത്. അപ്പോൾ ആ OETയുടെ പ്രോസസ്സിൽ ഒരാൾക്ക് UK സ്കോറാണ്, ഒരാൾക്ക് അയർലൻഡ് സ്കോറും. അങ്ങനെ വിജയകരമായി അവർ ആ ദൗത്യം പൂർത്തിയാക്കി. അത് പൂർത്തിയാക്കുവാനായിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമല്ല, ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി, ഉടമ്പടി എടുത്തിട്ട് ആദ്യം അതിനോട് നല്ല പ്രതികരണമുണ്ടായില്ല ഈ മകളുടെ ഭാഗത്തു നിന്ന്. പിന്നീട് ചിന്തിക്കുകയാണ്, അതായത് ഉടമ്പടി എടുത്തിട്ടും ഞാൻ നല്ല രീതിയിൽ എനിക്ക് വിജയം കിട്ടുന്നില്ല, അതുകൊണ്ട് ഇനി ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ചിന്തയാണ് പിന്നീട് വരുന്നത്. എന്നാൽ മറ്റൊരു ഫ്രണ്ടിൻ്റെ പ്രചോദനം വഴി, അതായത് ആ കുട്ടി പറയുകയാണ്, നീ ഇത് നിർത്തരുത്, നീ കണ്ടിന്യൂ ചെയ്യണം, നിനക്ക് നല്ല ഒരു സാക്ഷ്യം പറയുവാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ആ കുട്ടി പറയുന്നത് കേട്ട് വീണ്ടും ഈ മകൾ ഉടമ്പടി പുതുക്കി. അങ്ങനെ ആ ഉടമ്പടിയോട് പിന്നീട് പൂർണ്ണമായും വിശ്വസ്തത കാണിക്കുകയാണ്. അതായത് ആദ്യമേ പഠനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നീട് പഠനമുണ്ട്, എന്നാൽ അതിനേക്കാൾ കൂടുതലായി കാരുണ്യ പ്രവർത്തികൾക്ക്, ഉടമ്പടി നിബന്ധനകൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു. ഇവിടെ നിന്ന് കൃപാസന പത്രം കൊണ്ടുപോയി അത് ഉടൻ തന്നെ ആ ദിവസം തന്നെ അതെല്ലാവർക്കും കൊടുക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ വൃദ്ധസദനത്തിൽ പോയി അവരെ പരിചരിക്കുന്നു, അവരെ കുളിപ്പിക്കുന്നു, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നടത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെയാണ് ആ മകൾ ഒരു നല്ല വിജയത്തിലേക്ക് എത്തുക. അപ്പോൾ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, അതായത് 2 പ്രാവശ്യം OET എഴുതി കഴിഞ്ഞു, എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നല്ല ടെൻഷനായി, ശരീരം പോലും അതിനോട് പ്രതികരിക്കുവാൻ തുടങ്ങി, ദേഹത്തൊക്കെ നീര്, വേദന. അപ്പോൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വന്നപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടു. 3ാമത്തെ ഒരു ഡോക്ടറിനെ വീണ്ടും കാണുവാൻ പോയപ്പോൾ ഡോക്ടർ പറയുകയാണ്, OET എന്നത് ഇനി നീ ചിന്തിക്കുകയേ വേണ്ട, നിനക്കത് അറ്റൻഡ് ചെയ്യുവാനോ നിനക്ക് പാസ്സാകുവാനോ നിനക്ക് സാധിക്കില്ല. അതിൻ്റെ ടെൻഷനാണ് നിൻ്റെ ശരീരത്തിലേക്ക് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇനി OET എക്സാം എന്നത് ഓർക്കുക പോലും വേണ്ട എന്നാണ് ഡോക്ടർ പറയുക. എന്നാൽ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വൈദ്യനായ ഈശോയുള്ളപ്പോൾ ഈ ഉടമ്പടി എടുത്ത മകൾ ഈശോയോടാണ് പിന്നെ തൻ്റെ രോഗകാര്യം പറയുക. അങ്ങനെ പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഈ മകൾ വീണ്ടും OET അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ അതിൽ യാതൊരു പ്രതീക്ഷയുമില്ല. അതായത് ഹെഡ്സെറ്റൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. മറ്റുള്ള ആരുടെയും ഹെഡ്സെറ്റിന് ആ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പരീക്ഷയ്ക്ക് ശേഷം ഈ മകൾക്ക് മനസ്സിലാകുന്നു.
താൻ വിചാരിച്ചതുപോലെ ഒന്നും 3-ാമത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ അവിടെ പരിശുദ്ധ അമ്മ ഈ മകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതായത് തന്നോട്, തൻ്റെ പുത്രനോട് വിശ്വസ്തത കാണിക്കുന്ന, ഉടമ്പടി ജീവിതത്തിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഈ മകളുടെ കാര്യത്തിൽ അമ്മ കരുതൽ എടുക്കുകയാണ്. അങ്ങനെ വിചാരിച്ചു എല്ലാം പോയി എന്ന്, ഒരിക്കലും പാസ്സാവുകയില്ല എന്ന്. എന്നാൽ അമ്മ നല്ല സ്കോറ് നൽകി ആ മകളെ വിജയത്തിലെത്തിക്കുകയാണ്, ഈ മക്കളെ 2 പേരെയും. പിന്നീട് ആ മകൾക്ക് കിട്ടിയ മറ്റ് സൗഖ്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിച്ചു. അപ്പോൾ തിരുവചനം പറയുന്നത് പോലെ, അതായത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആദ്യമേ ഉടമ്പടിയോട് വിശ്വസ്തത കാണിച്ചില്ല, അതിൽ പശ്ചാത്തപിച്ച് ഈ മകൾ വീണ്ടും ഉടമ്പടിയോട് ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നാളെയല്ല ഇന്ന് തന്നെ അത്ഭുതങ്ങൾ നടത്തുന്ന, അതായത് ഇന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂടെ കൂട്ടിനിരിക്കുന്ന ഒരു ശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ നാം ഉള്ളപ്പോൾ നമുക്കൊന്നിനെക്കുറിച്ചും ആകുലത വേണ്ട. ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അപ്പോൾ ഈ വിജയം നൽകി ഈ മക്കളെ 2 പേരെയും അനുഗ്രഹിച്ച, അവർക്ക് കൃപകൾ നൽകിയ പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. നമുക്ക് തൃത്വൈക ദൈവത്തെ സ്തുതിക്കാം. മേഴ്സി ബോൾഗാട്ടി എന്ന് വരുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയാണ് എനിക്ക് പള്ളിയിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഈ കൃപാസന പേപ്പർ കിട്ടും. അപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഒന്നും നോക്കാറില്ല. കാരണം എല്ലാ ദിവസവും മദ്യപിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മദ്യപാനം, അത് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവും. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും, വീടും മറന്നു പോകും. വീടിൻ്റെ അതിലേക്കൂടി ചിലപ്പോൾ നേരെ പോകും. പിന്നെ പുഴയിലേക്ക്, കിണറ്റിലേക്കൊക്കെ പോകും. അങ്ങനെ മരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ ദിവസവും. പിന്നെ ഛർദിലും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം 2017 ഒരു ദിവസം ഇതുപോലെ ഞാൻ പേപ്പർ കൊണ്ടുവന്ന് അവിടെ എറാത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇട്ടു. ഞാനപ്പോൾ ഈ പേപ്പർ കൊണ്ടുവരുന്ന മുഴുവനും ഇയാളോട് മിണ്ടാതെ കിടക്കുന്നതിൻ്റെ താഴെ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും, ഇയാളെ മാതാവ് മാനസാന്തരപ്പെടുത്തണമെന്ന്. ഈ ഒരു ദിവസം ഞാൻ ധൃതി ആയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പേപ്പർ ഇട്ട് കടന്നു പോയി. പിന്നെ ഞാൻ മറന്നുപോയി. അന്ന് ഒരുപാട് മദ്യപിച്ച് എൻ്റെ വീടും കഴിഞ്ഞ് നേരെ പോയി. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന വിരുന്നുകാർ കണ്ട് പിടിച്ചോണ്ട് വന്നു. അപ്പോൾ അവർക്കൊന്നും അധികം അറിയില്ല. പിടിച്ചോണ്ട് വന്നിട്ട് അന്ന് ഒത്തും ബോധമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ പേപ്പർ എടുത്ത് നോക്കി ഉടനെ തന്നെ പിന്നത്തെ ചൊവ്വാഴ്ച ആയപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഇന്ന് വരെ ഒരു തരി പോലും മദ്യപിച്ചിട്ടേ ഇല്ല. അതുമാത്രമല്ല, പള്ളിയിലൊക്കെ മുമ്പും ഞായറാഴ്ചയൊക്കെ പോയിരുന്നു. പക്ഷെ പള്ളിയിൽ പോവുകയും കൂടുതൽ വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2021 നവംബർ ആയപ്പോഴേക്കും ഇയാൾക്ക് ലങ്സിന് കഫക്കെട്ടൊക്കെ കൂടി പഴുപ്പൊക്കെ ആയി. അത് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് ഇത് കഫമൊക്കെ വലിച്ചെടുത്ത് നോക്കാം നമുക്ക്, എന്നിട്ട് ബയോപ്സിക്ക് എടുക്കേണ്ടി വരുമായിരിക്കും, അതിൻ്റെ ഒരു രീതിയാണ് കാണുന്നതെന്ന്. അങ്ങനെ ഞാൻ എന്നും അവിടെ ഹോസ്പിറ്റലിലിരുന്ന് ഈ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും തേനും നേർച്ച വസ്തുവൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇയാളെ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ആ സമയം മുഴുവനും ഞാനിത് ചൊല്ലിക്കൊണ്ട് മാതാവ് ഒന്നും വരുത്തേയില്ല എന്ന് വിശ്വസിച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ തന്നെ ഇവിടെ വന്നു എൻ്റെ അടുത്ത് സന്തോഷത്തോടെ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് വേറെ കുഴപ്പമൊന്നുമില്ല, ബയോപ്സിക്കൊന്നും എടുക്കണ്ട, പക്ഷേ ഇയാൾക്ക് മുമ്പ് TV-യുടെ എന്തോ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ അവിടെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതിനൊന്നും പ്രശ്നമില്ല, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു രോഗത്തിൽ നിന്ന്, അപ്പം അതിന് മുമ്പ് ഇതിന് ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞിരുന്നതാണ്, വലിയൊരു രോഗത്തിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷിച്ചു. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇനി വേറൊരു സാക്ഷ്യം, എൻ്റെ മോൾക്ക് നേഴ്സിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നേഴ്സിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വിടാതിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് 2004
അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജോസഫച്ചൻ, ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ അടുത്ത് ഒന്ന് പോകുന്നു പറഞ്ഞു. ഞാനിവിടെ കൊണ്ടുവന്നു. ഇവളെ കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവളെ നേഴ്സാകാൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അച്ഛൻ ഒരു ടി വിയിൽ ഇങ്ങനെ കാണുകയാണ്, ഒരു സാരി ഉടുത്തിട്ട് നീല കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു നേഴ്സിനെയാണ് കണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ പറഞ്ഞനുസരിച്ച് നേഴ്സിങ്ങിന് വിട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പോയി. ഇവളെ ഇപ്പോൾ MSc കഴിഞ്ഞതാണ്. അങ്ങനെ അയർലൻഡിലേക്ക് കിട്ടി. അവിടെ ഉണ്ടായിരുന്ന ആ മാഡം മലയാളികളോട് വളരെ പാർഷ്വാലിറ്റി കാണിക്കുന്ന ഒരു മാഡമായിരുന്നു. അങ്ങനെ ഈ മാഡത്തിന് ഇവളോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഇവൾ ഉടമ്പടി എടുത്തിരുന്നു. ആ കാശ് രൂപ എപ്പോഴും കൊണ്ടുപോകും. പിന്നെ 91 സങ്കീർത്തനം എഴുതി പോക്കറ്റിലിടും. പക്ഷേ ഈ മാഡം എന്നും ദേഷ്യപ്പെടുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവളെ വേറൊരു വാർഡിലേക്ക് വിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് കൊറോണ വന്നിട്ട് എല്ലാ നേഴ്സുമാർക്കും അവിടെയുള്ള മാഡംസിനൊക്കെ കൊറോണ വന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ എപ്പോഴും ഇത് ചൊല്ലി പ്രാർത്ഥിച്ച്, മാതാവേ കൊറോണ വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഇന്ന് വരെ ഈ മോൾക്ക് മാത്രം കൊറോണ വന്നിട്ടില്ല. അവളെ ആ വാർഡിൽ നിന്ന് അവർക്ക് മലയാളികളെ ഇഷ്ടമില്ല. അവർ വാർഡിൽ നിന്ന് മോളെ ഈ ഒരുപാട് വയസ്സന്മാരെയൊക്കെ കിടത്തിയിരിക്കുന്ന ഒരു വാർഡുണ്ട് അവിടെ. 80 കിലോ 90 കിലോ ഒക്കെയാണ് ഓരോരുത്തർ. അത് വീട്ടിലൊന്നും ഇഷ്ടമില്ലാതെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നതാണ്. മരിക്കുമ്പോഴാണ് അവരവിടെ നിന്ന് കൊണ്ടുപോവുക. അയർലൻഡാണ് സ്ഥലം എന്ന് ഓർക്കണം. അപ്പം ഇവർ വേഗം ഇവളുടെ ജൂനിയേഴ്സിനെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ഇവളെ ആ വാർഡിലേക്ക് വിട്ടു. അങ്ങനെ വിട്ടപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര സങ്കടമായി. അതിനിടയിൽ കുഞ്ഞിനെയും അവളുടെ ഭർത്താവിനെയും കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഇവൾ അവിടെ നിന്ന് വളരെ വിഷമത്തോടെ ഇതുപോലെ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ വാർഡിൽ ചെല്ലുമ്പോഴേക്കും അവരെയൊക്കെ പൊക്കുകയും വലിക്കുകയൊക്കെ ചെയ്യണം. അറ്റൻഡർമാരാണെങ്കിൽ അധികം സഹായിക്കുകയുമില്ല. ചില നേഴ്സുമാർ കൂടെയുള്ളവരും ചെയ്യാതെയൊക്കെ ഇരിക്കും. അങ്ങനെ എന്നെ വിളിച്ച് പറയും, അമ്മേ ആ മാഡം കയറണമാണെന്ന് പറയും. അപ്പം ഞാൻ പറയും, അങ്ങനെയല്ല, മാതാവ് ഒരുപാട് സഹിച്ച് ക്ഷമിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു, ഇവിടെ നിന്നൊരു ഉന്നതി എനിക്കുണ്ടാകുകയില്ല. കാരണം അവിടെ വേറെ വാർഡിലുള്ളവർക്കൊക്കെ ഒരു ക്ലാസ്സൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും ഉണ്ടാവില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് എല്ലാം തരും. അങ്ങനെ ഞാൻ പറഞ്ഞു, ക്ഷമിച്ച് പ്രാർത്ഥിക്കാം മേഡത്തിനോട്. അങ്ങനെ ഞാനും ഇവിടെ ഇരുന്ന് പറഞ്ഞു, മാതാവേ ആ സ്ത്രീക്ക് ഒരറിവില്ലാത്തത് കൊണ്ടാണ്, മാതാവ് അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ജനുവരിയിൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾക്കതൊന്നും ചെയ്യാൻ പറ്റാതെയായി. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇടയ്ക്ക് ബ്ലീഡിങ് ഒക്കെ വന്ന് പ്രശ്നമായി. എന്നിട്ട് ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടായപ്പോൾ അവിടെ നിന്ന് പോരാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ജനുവരിയിലും ഇങ്ങനെ പുറത്തുനിന്ന് പേപ്പറിലൊക്കെ കണ്ട് എഡ്യൂക്കേറ്ററിൻ്റെ പോസ്റ്റ്, നഴ്സിംഗ് എഡ്യൂക്കേറ്ററിൻ്റെ പോസ്റ്റ് കണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു, എടി അതൊന്നും കിട്ടുകയില്ല, കാരണം ഇവിടെ കോഴ്സ് എടുക്കാതെ എഡ്യൂക്കേറ്റർ പോസ്റ്റ് കിട്ടാൻ ഒട്ടും സാധ്യതയില്ല, നീ അതുകൊണ്ട് കൊടുക്കണ്ടെന്ന്. പക്ഷേ അവൾ പറഞ്ഞു, മാതാവിനെ വിചാരിച്ചുകൊണ്ട് അത് കൊടുത്തു. 3 പ്രാവശ്യവും കിട്ടിയില്ല. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ഇപ്പം കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നുമില്ല, മാതാവ് എല്ലാം തരും, അതുകൊണ്ട് നീ കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മോളെ അവിടെ സെലക്ട് ചെയ്തു. അതായത് അവൾ ആ പോകുന്നതിൻ്റെ തലേ ദിവസം, അവൾക്കാണെങ്കിൽ എന്താ ചോദ്യം എന്നൊന്നും അറിയില്ല, അവിടുത്തെ ഇംഗ്ലീഷും ഒരുമാതിരി ആയിട്ടുള്ളൂ. അപ്പോൾ അവൾ പോകുന്നതിൻ്റെ തലേ ദിവസം, അപ്പോൾ ജെറിക്കോ പ്രാർത്ഥന വന്നപ്പോഴൊക്കെ ചെല്ലുമായിരുന്നു. പോകുന്നതിൻ്റെ തലേ ദിവസം വേഗം ജെറിക്കോ പ്രാർത്ഥന എടുത്ത് ചെല്ലുകയും, അപ്പോൾ ജെറിക്കോ പ്രാർത്ഥന ചെല്ലിയപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ പടം എടുത്ത് വെച്ച്, മാതാവിൻ്റെ പടവും ജെറിക്കോ പ്രാർത്ഥന ചെല്ലിയപ്പം ഹോസ്പിറ്റലിൻ്റെ പടവും വെച്ചിട്ട് ഇവൾ ജെറിക്കോ പ്രാർത്ഥന ചൊല്ലി. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 പ്രാവശ്യം ചൊല്ലി. എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കിത് തരണം. അങ്ങനെ ഇവൾ തൈലം എടുത്ത് നെറ്റിക്ക് കുരിച്ചിട്ട്, തൊണ്ടയിലും നാവിലും കുരിച്ചിട്ടു. എന്നിട്ട് ഇവളെ പിറ്റേ ദിവസം ഇവൾ ഒന്ന് മറിച്ചൊക്കെ നോക്കി എന്താണ്. അങ്ങനെ ഇവൾക്കൊന്നും അധികമൊന്നും പറയാനുള്ള ഇതൊന്നും തോന്നിയില്ലെങ്കിലും പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് പോയി.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ചോദിക്കുന്നതെല്ലാം ഇവൾ പറഞ്ഞു. എല്ലാം മാതാവാണ് പറഞ്ഞു കൊടുത്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ പറഞ്ഞെങ്കിലും തിരിച്ചു വന്നിട്ട് ഇവൾ പറഞ്ഞു അതൊന്നും മലയാളികൾക്ക് കിട്ടുകയില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥന കൈവിടാതെ ഞാൻ ആരാധനയിൽ പോയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് രാത്രിയായപ്പോൾ പറയുകയാണ് 24 മണിക്കൂറിനുള്ളിൽ ഇവൾ സെലക്റ്റായി എന്ന് പറഞ്ഞ് അവർ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 25-ാം തീയതിയാണ് മാതാവിനോട് കൂടെ മകൾ അവിടെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. മാതാവെല്ലാം ഇനി അവളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ അവൾ അവിടെ ഉടമ്പടി എടുത്തിട്ട് ഓൺലൈൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം 2 മാസം ചുമയോട് ചുമ, എല്ലാവർക്കും കൊറോണ ആയിരുന്നു, ഇവൾക്ക് വന്നില്ല. ചുമ വന്ന് അവസാനം അച്ഛനെ വിളിച്ചു. അച്ഛൻ അന്ന് എന്തോ മാതാവ് കൊടുത്താന്ന് തോന്നി. അച്ഛൻ വിളിച്ച് പ്രാർത്ഥിച്ച് അന്ന് തന്നെ ആ നെഞ്ചിലുള്ള എല്ലാം മാറി, പ്രശ്നം മാറി. ഒരു ആഴ്ചയായപ്പോഴേക്കും ചുമ പൂർണ്ണമായിട്ടും മാറി. അങ്ങനെ ഒരുപാട് അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ തൈലത്തിൻ്റെ കാര്യം, ആ മകൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ ചെന്നിട്ട് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുറത്ത് പോകുമ്പോഴൊക്കെ ഇവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ തൈലം എടുത്ത് നെറ്റിക്ക് തരിയെടുത്ത് രണ്ടുപേരും നെറ്റിക്ക് പുരട്ടിയിട്ട് ആണ് ചിലപ്പോഴൊക്കെ മിക്കവാറും പുറത്ത് പോയി തിരിച്ച് വരണവർ. അപ്പോൾ അവൻ പറഞ്ഞു, വഴിയിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ, പിന്നെ അതുമല്ല ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് തിരിച്ച് വന്ന് വീട്ടിലകത്ത് കയറിയപ്പോഴേക്കും ബാത്റൂമിൽ പോകാൻ പോയതാണ്. ബാത്റൂമിൽ അവിടെ അടിച്ച് വീണ് ബോധമില്ല. അപ്പോൾ അവിടെ ആരെയും വിളിക്കാനൊന്നും പറ്റില്ല, ഫ്ലാറ്റ് പോലത്തെ സ്ഥലമാണ്. അവൾ എൻ്റെ ഈശോയെ, എൻ്റെ മാതാവേ എന്ന് ഉറക്കെ നിലവിളിച്ചു. ആ സമയം അവൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മേല് മുഴുവനും തടിച്ച് പൊങ്ങി, ചൂടുകൊണ്ട്. അങ്ങനെ ഇവൻ കണ്ണു തുറന്ന് നോക്കി. ഉടനെ ഇവള് തേനെടുത്ത് കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ വിളിച്ചു, തൈലം പുരട്ടി. അങ്ങനെ അവൻ എഴുന്നേറ്റു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇവന് ആർട്ടിക്കേരിയ ആൻജിയോ ഓഡിയാമ എന്നൊരു അലർജിയാണ്. ഇത് തണുപ്പൊക്കെ കൂടുമ്പോൾ ഉണ്ടാവും. പക്ഷേ ഈ അലർജി പെട്ടെന്ന് തൊണ്ട അടച്ചു പോയി. ഈ അലർജി വന്നാൽ ഉള്ളിലേക്ക് പാഞ്ഞു പോയാൽ മരണം വരെ വരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ മാതാവ്, അവളുടെ തൊണ്ടയാണ് അടഞ്ഞു പോയി, ശ്വാസമൊക്കെ അടഞ്ഞു പോയി. അപ്പം മാതാവ് ആ മകന് ജീവൻ നൽകി, സംരക്ഷിച്ചു. ഇന്നിപ്പോൾ അവനൊരു ജോലിയും കിട്ടി. ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിഷമമായിരുന്നു, കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അങ്ങനെ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇപ്പം 3 ദിവസം അവന് ജോലി കിട്ടും, ബാക്കിയുള്ള ദിവസം ഇവൾക്ക് ജോലിക്ക് പോകാം. അങ്ങനെയുള്ള ഒരു കാര്യം മാതാവ് ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മളെ അനുഗ്രഹിക്കും. വിഷയൻ്റെ അമ്മക്ക് അസുഖമൊക്കെ ഉണ്ട്, ഗർഭാശയ അതെല്ലാം ഇപ്പം കുറവുണ്ട്. അതിന് പൂർണ്ണമാകുമ്പോൾ ഞാനിവിടെ വന്ന് നന്ദി പറയും എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹസ്ബൻഡിന് മൈക്ക് കൊടുത്തേ. എത്ര വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനമാണ് മാറിയത്? ഞാനൊരു മൈക്ക് അടുപ്പിച്ച് വെച്ച് പറ. ഒരു 30-35 കൊല്ലമായിട്ടുണ്ട് മദ്യപിക്കണത്. മദ്യപാനം എന്ന് പറഞ്ഞാൽ പൈസ ഒരുപാട് കിട്ടും, അത് അങ്ങോട്ട് കളയും. പിന്നെ പൈസ ഒക്കെ എടുത്ത് ആൾക്കാർ കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നത് ഈ മദ്യപാനം മാറ്റാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അന്നേരം മോൾക്ക് കുട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് കുട്ടീനെ കിട്ടി. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അത് വന്നത്, മോൾക്ക് കുട്ടീനെ കിട്ടിയത്. അപ്പോൾ അതുകൂടാതെ മോളെ ഒരു അണയിൽ കടിച്ചിട്ടുണ്ട് 92. ഈ അണയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പറയണത് സയൻസിലൊക്കെ. പക്ഷെ അതങ്ങനെ മനസ്സിൽ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കിട്ടി. പിന്നെ അവൾ എക്സാം എഴുതി പാസ്സായി. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പക്ഷേ മദ്യപാനമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ദൂഷ്യമായിട്ടിരുന്നത്. കാരണം ഞാൻ അത്രയും പൈസ കളയുമായിരുന്നു. മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ആരും മേടിച്ച് കുടിക്കില്ല, മദ്യപിച്ച ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും. ഇപ്പം മദ്യപാനം നിർത്തിയിട്ട് ഇപ്പം എത്ര വർഷമായി? ഇപ്പോൾ ഒരു 6 വർഷമാകുമ്പോൾ
6 വർഷമായിട്ട് മദ്യപിച്ചിട്ടില്ല ഞാൻ. പക്ഷേ എനിക്ക് സാധനങ്ങളൊക്കെ വരും, പുറത്തുനിന്ന് ചേട്ടന്മാരുടെ മക്കൾ കൊണ്ടുവരും, ഞാൻ വളർത്തിയ കൊച്ചു കൊണ്ടുവരും, കാനഡയിൽ നിന്ന് വന്നവരൊക്കെ കൊണ്ടുവന്നാലും ഞാനത് മേടിക്കില്ല, കഴിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈശോയ്ക്ക് നന്ദി, എന്നെ ഇത്ര എത്തിച്ചതിന്. ഇപ്പം ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, ചേട്ടന്മാർ രണ്ടും മരിച്ചുപോയി. എനിക്ക് കുടിച്ചു മരിച്ചേക്കണേ. എനിക്കിപ്പോൾ 70 വയസ്സായി. പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ദൈവം തന്ന കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു, കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും. വലിയൊരു സാക്ഷ്യമാണ്. കാരണം കൃപാസനത്തിൽ വർഷങ്ങളായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളാണ്. 2017 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഈ ദമ്പതികൾ. അപ്പോൾ അതുവഴിയായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളാണ്. ഒറ്റ മോളാണ് ആ മകൾക്ക്. വിദേശത്ത് അയർലൻഡിലാണ് ജോലി ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ തന്നെ 80-90 വയസ്സുള്ള പ്രായമായ അമ്മച്ചിമാരെയൊക്കെ കുഞ്ഞുങ്ങൾ അവിടെ കൊണ്ടേ ആക്കും. അപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ഒത്തിരി ജോലി സ്ഥലത്ത് ഒത്തിരി എന്ന് വെച്ചാൽ നമ്മുടെ വിദേശത്തുള്ള ആൾക്കാരെ നമുക്കറിയാം, നല്ല ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ഒരു നോർമൽ ഹൈറ്റും വെയിറ്റും ഒന്നും അല്ല അവർക്ക്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി ആ മകള്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവരും പറഞ്ഞു അങ്ങനെ അയർലൻഡിലൊന്നും നഴ്സിംഗ് എഡ്യൂക്കേറ്ററായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ജോലി കിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ കോഴ്സ് 6 മാസം എടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. പക്ഷേ അത് കോഴ്സ് എടുത്തില്ല. വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ആ കോഴ്സ് എടുക്കാതെ തന്നെ ഈ മകൾക്ക് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിട്ട് നല്ല ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഐറിഷുകാർ പോലും അത്ഭുതപ്പെട്ടെന്നുള്ളതാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിയത്. അത് പുറപ്പാട് 33:14 തിരുവചനമാണ്. ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഭൂമുഖത്തുള്ള മറ്റ് ജനതകളെക്കാൾ വ്യത്യസ്തരായിട്ട് മാറും. അതാണ് പുറപ്പാട് 33:16 തിരുവചനം പറയുന്നത്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളെക്കാളും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴികൾ എന്ന് പറയുന്ന ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികളിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ വലിയൊരു സാക്ഷ്യം കൂടിയാണ് ഈ മകൾക്ക് നഴ്സിംഗ് എഡ്യൂക്കേറ്ററായിട്ട് ഒത്തിരി ദുരിതങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ആ മകൾക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അതിനു മുമ്പ് വന്ന് കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ആദ്യം കുഞ്ഞിനെ കിട്ടും, പിന്നെ ജോലി ലഭിക്കും അല്ലേ? ജോസഫ് അച്ഛനെ വല്ലാറുപുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു 7-8 വർഷം മുമ്പ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും ഒന്നും ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഞാൻ അച്ഛനായിട്ട് മോളെ കൊണ്ട് ചെന്നപ്പോൾ അച്ഛന് പറഞ്ഞത് നിനക്ക് ആദ്യം കുഞ്ഞിന് വേണം അല്ല ജോലി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് കുഞ്ഞിനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ആ വലിയ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ അഭിഷിക്തൻ്റെ പ്രാർത്ഥന വഴി അച്ഛൻ അന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ആദ്യം കുഞ്ഞിനെ വേണോ പിന്നെ അല്ലെ രണ്ടാമത് ജോലി വേണം. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം കുഞ്ഞിനെ മതി എന്നാണ് ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ ക്രമീകരിച്ചതിനെല്ലാം കിട്ടി, കുഞ്ഞിനെ കിട്ടി, അതെല്ലാം. അതുപോലെ തന്നെ ഈ അമ്മ പറയുകയായിരുന്നു പ്രഗ്നൻസി ടൈമിൽ യൂട്രസിൻ്റെ ആ ഒരു തിക്നെസ് എല്ലാം കുറഞ്ഞ് കുഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി കുടുംബത്തെ അനുഗ്രഹിച്ചു. ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.